സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ കയറിയത്. കീയുമ്പോൾ ഞങ്ങളൊരു എക്സലിൻ്റെ കോഴ്സ് പഠിച്ച് കീന പോലെ ആയിരുന്നുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം. എന്നാലേ നമ്മളെ നോളേജ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കണം. എന്നാലേ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. ഈ ഒരു ഹാക്കത്തോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എങ്ങനെയായിരിക്കും റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പനി ചെന്നാൽ ആസ് എ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ACC ഇങ്ങനത്തെ ഒരു ഡാറ്റ വന്നാൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഇത്തരം പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. ഒരു അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്താവും എന്നുള്ളതല്ല. അവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമുക്ക് നമ്മളേതായിട്ടുള്ള നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എപ്പോഴും കിട്ടിക്കണമെന്നില്ല, കിട്ടുമ്പോൾ യൂസ് ചെയ്യാം. അത്രയും എൻജോയ് എവറി ബെനിഫിറ്റ് ദാറ്റ് റിലയൻസ് ഈസ് ഗിവിങ്. അല്ലാണ്ട് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല.